ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല കേട്ടോ. പെട്ടെന്നാണ് ഞങ്ങൾ പൈഡിമേത്തിലെ വല്യമ്മൻ്റെ വീട്ടിൽ പോകാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ വരുന്ന വഴിക്കൊന്നും വീഡിയോ എടുത്തില്ല. ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞെന്നാൽ വീഡിയോ എടുത്ത് നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് കൂടിയതല്ലേ, എല്ലാവർക്കും കാണാമല്ലോ എന്നൊക്കെ വല്യമ്മമാർ പറഞ്ഞപ്പോൾ ആ ഒരു ത്വരയിലാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ വന്ന് കയറിയിട്ടുള്ളൂ. ഞങ്ങൾ ചായ കുടിക്കുകയാണ്. മേത്തലെ വല്യമ്മയും താഴത്തെ വല്യമ്മയും ഒക്കെ ഉണ്ട്. ഞാൻ ബാംഗ്ലൂർ പോയാൽ അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് കൂടിയിട്ടില്ല. പിന്നെ ഇവിടേക്ക് വന്നിട്ട് ഇപ്പോൾ കുറേ ആയി. ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോൾ നമുക്കങ്ങനെ സമയം കിട്ടില്ലല്ലോ. പിന്നെ ഓരോ സ്ഥലത്തേക്കുള്ള ഓട്ടം ആകെ 2 ദിവസത്തേക്കൊക്കെ വരുമ്പോൾ എവിടേക്കും പോകാനാ. അപ്പോൾ അവിടുന്ന് നാട്ടിലേക്ക് വന്നപ്പം തന്നെ വിചാരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഒരു ദിവസം വരണമെന്ന്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെ മുൻപ് തന്നെ പുഴയാട്ടോ, മാമ്പുഴ ഇല്ലേ, ആ പുഴയാണ് ഇവിടുത്തെ മുമ്പ് തന്നെ. അപ്പം പുഴേൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവിടേക്ക് ഇറങ്ങിയതാണ്. വീണ്ടും തൊട്ട് മുമ്പ് തന്നെ കേട്ടോ, ഒത്തിരി പോകാനൊന്നുമില്ല. ഞങ്ങളിതാ കൂട്ടിക്കൊണ്ടുവന്ന വല്യച്ഛനാണ്. ഇതാണ് കേട്ടോ വല്യച്ഛൻ. ഞങ്ങൾ ചെറുതാവുന്ന ആ സമയത്തൊക്കെ ഇവിടെ വരുമ്പം പുഴയിലൊക്കെ ഇറങ്ങി കുളിക്കലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ താഴെ ഇങ്ങനെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു ഇറങ്ങാൻ നമുക്ക് കല്ല് വെച്ച സ്റ്റെപ്പ് ഉണ്ടാവില്ല, നമുക്കിങ്ങനെ ചവിട്ടി ഇറങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ കല്ലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ അമ്മേൻ്റെ ആഗ്രഹം പ്രമാണിച്ച് ഞാൻ സർവാഭരണ വിഭൂഷിയായിട്ടാണ് വന്നത്. വളയും കമ്മലൊക്കെ ഇട്ട്, ഈ തൂങ്ങുന്ന കമ്മലൊന്നും ഞാൻ ഇടാറന്നെ ഇല്ല. പിന്നെ അമ്മ നിർബന്ധിച്ചത് കൊണ്ട് എടുത്തിട്ടതാണ്. ഇത് വാങ്ങി അലമാരയിൽ വെച്ചിട്ട് ചീത്ത കേട്ടത് കൊണ്ട് എടുത്തിട്ടതാണെന്നും പറയാം. ഇപ്പോൾ ഞങ്ങൾ വന്നത് ഇവിടുത്തെ വലിയ ഏട്ടൻ്റെ പുതിയ ഉണ്ടാക്കുന്ന വീട്ടിലേക്കാണ്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫുള്ളായിട്ടില്ല. ഇപ്പോൾ പുറത്ത് കണ്ടില്ലേ വീട്, ആ വീടാണ് എൻ്റെ വല്യമ്മേൻ്റെ വീട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ പുതിയ വീട് ഉണ്ടാക്കുന്നത്. ഇത് അമൃതേച്ചിയാണ്, ഇവിടുത്തെ 2ാമത്തെ ഏട്ടൻ്റെ വൈഫാണ്. ചെറുതാവുമ്പോൾ ഇവിടെ വരുമ്പോൾ ഒക്കെ നല്ല രസമായിരുന്നു. പുഴേൻ്റെ അടുത്തൊരു പേരക്കമരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നിന്ന് പേരക്കൊക്കെ പറിച്ച് കഴിക്കുമ്പോൾ അധികം ഹൈറ്റ് ഒന്നും ഇല്ലാത്തൊരു മരമൊക്കെ. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കോറിയാണ് കേട്ടോ, അവിടേക്കൊക്കെ പോകലുണ്ടായിരുന്നു. ഈവനിങ് പോകുമ്പം അതൊക്കെ കാണിച്ചു തരാം കോറിയൊക്കെ. ഇപ്പം ഞാനിട്ട ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നല്ല രസമില്ലേ, പുതിയതാട്ടോ, പുതിയത് വാങ്ങിയാണ്. അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാവരും കൂടിയാലും മെയിനായിട്ട് നടക്കുന്ന ഒരു പരിപാടി ഈ തലയിൽ നോക്കലാണല്ലോ, അത് ഇവിടെയും ഉണ്ട്. ഇവിടെ നിജുവും മാളും ഉണ്ട്, അവർ സ്കൂളിൽ പോകുന്ന ഏജായുണ്ട്. പിന്നെ പീലി ഉണ്ട്, പീലി ഇവുവിൻ്റെ ചെറുതാണ്, ഇപ്പോൾ 2 ഇയർ ആയിട്ടേ ഉള്ളൂ. എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചു കൂടുമ്പം നല്ല രസമല്ലേ, എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് ഓരോ എല്ലാവരും പറയും കുടുംബശ്രീ എന്ന്, ഒരു മിനി കുടുംബശ്രീ എന്നൊക്കെ വേണമെങ്കിലും പറയാം. എന്നാലും നല്ല രസമല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നത് കാണുമ്പം. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. ബിരിയാണി ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ബിരിയാണി ആയിരുന്നു. ഞാൻ ഈ അടുത്ത കാലത്ത് കഴിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ബിരിയാണി ആയിരുന്നു പറയാം കേട്ടോ വേണമെങ്കിൽ. നല്ല ബിരിയാണി ആയിരുന്നു. ഇത് ഇവിടെ തന്നെ അടുത്ത് എവിടെയോ ഉണ്ടാക്കിപ്പിച്ചതാണെന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. അവിടെ നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചേരം ഞങ്ങൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് 2ാമത്തെ ഏട്ടൻ്റെ വീട്, ബിന്നിഷുട്ടിയറിൻ്റെ വീട്. അപ്പം ഇവിടെ ബിന്നിഷുട്ടിയറിൻ്റെ അമൃതേച്ചിൻ്റെ വീട്ടിൽ ഇവിടേക്ക് വന്നു. ഈ ചുമരിലൊക്കെ കാണുന്നത് മാളുവിൻ്റെ കലാവിരുതാണ് കേട്ടോ. ഇവിടെ എല്ലാവരും കിടക്കുകയാണ്, റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫുഡ് കഴിച്ച ക്ഷീണം മാറ്റാൻ. പിന്നെ അമൃതേച്ചി കുറേ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന്, അപ്പം ഞങ്ങളതൊക്കെ കഴിക്കുന്നു, എല്ലാവരും കിടക്കുന്നു. അങ്ങനെ ഓരോ പരിപാടിയിലാണ്. ഇത്രമാത്രം കഥകൾ പറയാനുണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ആ കഥകൾ പറഞ്ഞാലും തീരാറില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റിയാൽ ഞങ്ങൾ കോറീൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ബിനോയ് കുട്ടിയേട്ടനൊക്കെ വന്നു കേട്ടോ, വർക്ക് കഴിഞ്ഞിട്ട്. ഞങ്ങളിതാ വെയിലൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്തായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക് വരാൻ. കോറിയാണല്ലോ, അപ്പോൾ പാറേൻ്റെ ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച്. അവിടെ വരുന്ന വഴിക്ക് തന്നെ ഒരു ചെറിയൊരു കോറി പോലത്തെ സ്ഥലത്ത് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടേ. അങ്ങനെ ഞങ്ങൾ കോറീൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു വന്നു. ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുമ്പോൾ നല്ല രസമായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ വരുമ്പം ഇവിടെ ഇത്രയും കാടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു. ശരിക്കും ഇത് വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാട്ടോ, ഈ പച്ചപ്പും ഒക്കെ കൂടി ഇങ്ങനെ കാണുമ്പം നല്ല രസമാണ് നേരിട്ട് കാണാൻ. പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതൊക്കെ കാണുമ്പം അതിലേറെ രസമല്ലേ. ഇവിടെയായിരുന്നു ഇവർ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ ഇവർ ക്രിക്കറ്റ് കളിക്കുന്ന ആ സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുണ്ട്. അന്നൊക്കെ ഞങ്ങൾ ചെറിയ കുട്ടികളായിരുന്നു. അപ്പം ഇവരൊക്കെ ഇവിടെ ഏട്ടന്മാരുടെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഇവിടെയൊക്കെ വരാറുണ്ടായിരുന്നു. പിന്നെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായില്ല, ഒരു കോറിയിൽ ഇങ്ങനെ വെള്ളം നിൽക്കുന്ന സ്ഥലം, അവിടെ നല്ല വെള്ളമായിരുന്നു ആദ്യമൊക്കെ. അപ്പം വല്യമ്മ അവിടെ അലക്കാൻ വരലുണ്ടായിരുന്നു. അപ്പം വല്യമ്മൻ്റെ കൂടെ അവിടെ അലക്കാനൊക്കെ വരലുണ്ട്, കുളിക്കുകയൊക്കെ ചെയ്യലുണ്ടായിരുന്നു.
ഇപ്പോൾ ആ വെള്ളം ആരും യൂസ് ആക്കലില്ല കേട്ടോ. അത് മൊത്തം ഇങ്ങനെ ഡാർക്ക് കളറായിട്ട് ആകെ നാശമായിട്ടുണ്ട്. ഇപ്പോൾ ആരും അവിടെ നിന്ന് അലക്കലൊന്നുമില്ല. ഇനി ഞങ്ങൾ തിരിച്ച് വല്യമ്മൻ്റെ അവിടേക്ക് പോവുകയാണ്. അവിടെ മാളും നീച്ചൊക്കെ വന്നിട്ടുണ്ടാവും സ്കൂൾ വിട്ടിട്ട്. അപ്പം അവർ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അവരെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ ചെറുതാവുമ്പോഴേ ഇവിടെയൊക്കെ ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇവിടെ അടുത്തുള്ളവരൊക്കെ അറിയാം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുമ്പം അടുത്തുള്ള ഓരോരുത്തരൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളെ കണ്ടിട്ട്. കുഞ്ഞിലെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പം ഈ വഴിക്കാണ് വരിക. ഇതായിരുന്നു ഇങ്ങോട്ടേക്കുള്ള നടവഴി പോലെ, അങ്ങനെ ഒരു വഴിയായിരുന്നു ഇത് നല്ലൊരു ഭംഗിയുള്ള വഴിയാട്ടോ. അത് പാറേൻ്റെ മുകളിലാണ് ഈ ഇതുള്ളത്. അപ്പോൾ ഇത് ഇത്തിരി ഉയരത്തിലാണ്. അപ്പം നല്ല വെളിച്ചത്തിലൊക്കെ നല്ലൊരു എന്താ പറയുക, ഒരു വ്യൂ ഉള്ള സ്ഥലം. ഇപ്പോൾ ഈ വഴി കൂടി ഒന്നും ആരും നടന്നു വരലില്ല. അവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. നേരെ നല്ല റോഡ് ഉണ്ടാകുമ്പോൾ ആ വഴിക്കല്ലേ എല്ലാവരും വരുള്ളൂ. അപ്പോൾ ഇതിലൊന്നും ആരും വരാറില്ല. ഇപ്പം ഞങ്ങൾ ഏതൊക്കെയോ ഇടവഴികൾ കൂടിയൊക്കെ ഇങ്ങനെ നടന്ന് പോവാണ്. ഇതാ വല്യമ്മൻ്റെ അവിടെ എത്തി. അങ്ങനെ ഇവിടെ ബിനോയ്ക്കുട്ടിയേട്ടൻ്റെ പണ്ട് കുറേ കോഴികളുണ്ടായിരുന്നു. ഇപ്പോഴും കോഴിയുണ്ട്. അപ്പോൾ ഞങ്ങളിതാ കോഴീനെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നാണ്. ആദ്യം കുറേ ഉണ്ടായിരുന്നു കോഴിയും അതുപോലെ കിളികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കിളികൾ അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല, കോഴികളുണ്ട്. ബിനോയ്ക്കുട്ടിയേട്ടന് ഈ കോഴി ഇങ്ങനത്തെ ഈ ചെടിയൊക്കെ കുഴിച്ചിടുക, പച്ചക്കറി കുഴിച്ചിടുക, അങ്ങനത്തെ സംഭവത്തിനോടൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അങ്ങനെ ഇതാ മാളു വന്നിട്ടു. മാളു സ്കൂൾ വിട്ട് വന്ന് ഇതാണ് മാളുവിന് ഭയങ്കര നാണാണ്. ഞങ്ങൾ എത്ര കണ്ടിട്ടിലും ഒരു നാണം മാറില്ല. അന്നും ഇന്നും ഒരേ നാണം. ഇനി ഞങ്ങൾ പോകാനുള്ള പരിപാടിയൊക്കെ നോക്കാൻ പോവാണ്. ഓട്ടോ വിളിക്കണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ മുമ്പേ ഇവും മാളൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചിട്ട് എന്നിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇവന് നല്ല ഇൻട്രസ്റ്റായി, കളിക്കാനൊക്കെ തുടങ്ങി. പീലി ഇവിടെ ഇല്ലായിരുന്നു. പീലി അവളെ മാമൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ പീലി ഉണ്ടായില്ല. അപ്പോൾ മാളു വന്നപ്പോൾ പിന്നെ മാളുവിൻ്റെ കൂടെ കുറേ നേരം കളിച്ച്. ഒരാളുകൂടി വരാനുണ്ട് കേട്ടോ, നിജൂടി ഉണ്ട്. നിജു ഇന്ന് ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പം അവൻ വരുന്നവരെ നിൽക്കാൻ ഞങ്ങൾക്ക് സമയം ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് പോകുമ്പോഴത്തേക്ക് ലേറ്റാവും. അങ്ങനെ ഞങ്ങൾ ഇതാ ചായ കുടിക്കുകയാണ് വൈകുന്നേരത്തെ. അതിലൊക്കെ നടന്നു വന്നപ്പോഴേക്ക് കുറച്ച് ക്ഷീണിച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഈ ചായയുടെ കുടിക്കുമ്പോൾ അടിപൊളിയായി. എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ചായ കുടിക്കുമ്പം അല്ലെങ്കിലും ഒരു പ്രത്യേക വൈബല്ലേ. ഇനിയിപ്പം ഞങ്ങൾ പോകാൻ നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോവാനിറങ്ങി. കുറേ നേരം ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു. എല്ലാവരും കൂടി കൂടിയതല്ലേ, അപ്പോൾ എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങി പോകാൻ. ഓട്ടോ കുറച്ച് മുകളിലേക്ക് വരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇനി നടക്കണം. അപ്പോൾ ഞങ്ങൾ നടന്നിട്ട് പോകുമ്പോൾ അമൃതേച്ചും ബിനോയ്ക്കുട്ടിയേട്ടനും വല്യമ്മയും വല്യച്ഛനൊക്കെ ഞങ്ങളെ കൂടെ ആക്കാൻ വേണ്ടി വന്നു. ഇവിടെ മുറ്റത്തേക്കൊക്കെ ഓട്ടോ വരും കേട്ടോ. പിന്നെ ഞങ്ങൾ പറഞ്ഞു മുകളിൽ വരെ വന്നാൽ മതി, ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നോളാം. ഞങ്ങളെല്ലാവരും ഇല്ലേ, അപ്പോൾ ഇത്രയും ലോഡും വെച്ച് ഓട്ടോ ഇതിലൊക്കെ കയറണമല്ലോ. അപ്പോൾ ഞങ്ങൾ നടന്ന് വരാമെന്ന് പറഞ്ഞ്. പിന്നല്ല ഇതിലൊക്കെ നടന്നിട്ട് പോകുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ. ഇതിൽ നടന്നു പോകുമ്പോൾ നമുക്ക് കോറീൻ്റെ ഫുൾ വ്യൂ കിട്ടും കേട്ടോ. നല്ലൊരു വൈബാണ് അതിൽ നടന്നിട്ട് പോകുമ്പം. അത് എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുമ്പം വേറെ ഒരു രസം. ഇവിടെയൊക്കെ ചെറുതാകുമ്പോൾ ഞങ്ങളിങ്ങനെ വരുന്നതാണ്. ഇവിടെ തന്നെയാണ് ഇവിടെ തറവാട് വരുന്നത്. അപ്പോൾ ഇവിടെ തറവാട്ടിലൊക്കെ ഞങ്ങൾ ഇവിടേക്ക് കൂടാൻ വരുമ്പോൾ എപ്പോഴും വന്നാലും അവിടെ തറവാട്ടിൽ എന്തായാലും വരുമായിരുന്നു. അവിടെ ഒരു വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. ഒരു വലിയൊരു അക്വേറിയം ഉണ്ട്. അതിൽ കുറേ മീനൊക്കെ ഉണ്ട്, വലിയ വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വന്ന് ഞങ്ങൾ പോവുകയാണ്. ഇവ ഫുൾ സെറ്റപ്പിലാട്ടോ വന്നത്. അവള് വേറേതോ വലിയ ട്രിപ്പിന് പോയതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓട്ടോയിലൊക്കെ കയറി. ഇനിയിപ്പം പുത്തൂർമട എത്തുമ്പം വല്യമ്മമാരൊക്കെ പുത്തൂർമടത്ത് ഇറങ്ങും ഓട്ടോന്ന്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവും. അതിൻ്റെ മുന്നേ എനിക്ക് വീട്ടിലേക്ക് പോണതിൻ്റെ മുന്നേ ഒരു ജ്വല്ലറിയിൽ കയറാനുണ്ടായിന്. ഇവുവിൻ്റെ ഒരു വള ഉണ്ടായിരുന്നു. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് ഇത്തിരി വലുതാക്കിയിട്ട് വേറെ ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കണമായിരുന്നു. അപ്പോൾ അതുകൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞങ്ങൾ അതിനൊക്കെ ഇറങ്ങി. വല്യമ്മമാരൊക്കെ പുത്തൂർമടത്ത് ഇറങ്ങിയപ്പം ഇവ ഭയങ്കര കരച്ചിലായിരുന്നു. ഓരോ കൂടെ പോകണം, ഓരോ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ കഴിഞ്ഞ് എങ്ങനെയോ ഞങ്ങൾ ഓട്ടോയിൽ പെരുമണ്ണെത്തി ജ്വല്ലറി കയറിയപ്പോൾ പിന്നെ ആൾ സെറ്റായി. അവിടെ എത്തി ഒരു ബലൂണൊക്കെ കിട്ടിയാക്ക്. ഇനി വള വാങ്ങാൻ വേണ്ടിയിട്ട് വേറൊരു ദിവസം വരണം. ഇന്ന് ജസ്റ്റ് അളവ് കൊടുത്തിട്ട് പോവാണ്. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. എല്ലാവരും കൂടി ഒന്നിച്ച് കഥയൊക്കെ പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു.